പത്തരമാറ്റിൻ്റെ കിടിലൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ മുത്തശ്ശൻ അനിയെ കാണാൻ വേണ്ടിയിട്ട് മുറിയിലോട്ട് പോകുന്നുണ്ട്. ആ സമയത്ത് മുത്തശ്ശനെ കണ്ടപ്പോൾ അനി ചോദിക്കുന്നുണ്ട്, എന്താ മുത്തശ്ശ, എന്താ സീരിയസ് ആയിട്ട് എന്തോ പറയാനുള്ളത് പോലെ തോന്നുന്നുണ്ടല്ലോ മുത്തശ്ശൻ്റെ മുഖം കണ്ടിട്ട് എന്നൊക്കെ പറയുമ്പം അതേ സീരിയസ് ആയിട്ട് പറയാനുണ്ട്, പക്ഷെ നിന്നോട് മാത്രമായിട്ടല്ല പറയാനുള്ളത്, എല്ലാവരോടും കൂടെ എനിക്കൊരു കാര്യം അറിയിക്കാനും പറയാനുമുണ്ട്. അത് എല്ലാവരും അനുസരിച്ചേ പറ്റൂ. അപ്പോൾ അതൊക്കെ കേൾക്കാനായിട്ട് നീ താഴത്തേക്കൊന്ന് വരണം, എല്ലാവരോടും ഞാൻ താഴത്തേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശൻ പോവുകയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ അനി ചിന്തിക്കുന്നുണ്ട്, എന്താവും മുത്തശ്ശന് പറയാനുണ്ടാവുക, ഇനിയിപ്പോൾ നന്ദുവിൻ്റെ എന്തെങ്കിലും കാര്യത്തിലാണോ, അത് വേണ്ടെന്ന് വെച്ചിട്ട് വേറെ എന്തെങ്കിലും കല്യാണം നോക്കാനാണോ, ഇനിയിപ്പോൾ നവീൻ എന്തെങ്കിലും മുത്തശ്ശനോട് പറഞ്ഞിട്ടുണ്ടാവുമോ എന്നുള്ള ചിന്തയൊക്കെയാണ് അനിയുടെ മനസ്സിലോട്ട് വരുന്നത്. അങ്ങനെ അനി താഴത്തോട്ട് മുത്തശ്ശനെ വിളിച്ചതനുസരിച്ച് താഴത്തോട്ട് പോകുന്നുണ്ട്. ആ സമയത്ത് ജലജയും എല്ലാവരും ജാനകിയും ഒക്കെ താഴത്തെ എത്തിയിരുന്നു. അങ്ങനെ മുത്തശ്ശനോട് ജാനകി ചോദിക്കുന്നുണ്ട്, എന്താ അച്ഛാ വരാൻ പറഞ്ഞത്, എന്താ അച്ഛൻ്റെ മുഖം കണ്ടിട്ട് കാര്യം കുറച്ച് സീരിയസ് ആണെന്ന് തോന്നുന്നുണ്ടല്ലോ എന്നൊക്കെ പറയുന്ന സമയത്ത് അതെ, സീരിയസ് ആയിട്ട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. കമ്പനിയുടെ അവസ്ഥ ഇപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. നമ്മുടെയൊക്കെ നിലനിൽപ്പ് എന്നത് പറയുന്നത് മൂർത്തീസ് ജ്വല്ലറിയും അതിനെ ചുറ്റിപ്പറ്റിയുള്ള കമ്പനിയും ഒക്കെയാണ്. അപ്പോൾ അത് നല്ലതുപോലെ ഇതുവരെ താഴ്ചയിൽ പോയി വലിയൊരു നഷ്ടമാണ് നമുക്കുണ്ടായത്. അത് ഇനി ഉയരങ്ങളിലേക്ക് എത്തിക്കണം. അതിനുള്ള ശ്രമം നടന്നേ പറ്റുകയുള്ളൂ. അതിനെക്കൊണ്ട് തന്നെ ഞാൻ ചില ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കാൻ പോവുകയാണ്. നമ്മുടെ ഏറ്റവും വലിയ സ്ഥാനം വഹിച്ചിരുന്നത് ആദർശായിരുന്നു, MD സ്ഥാനം. ആ സ്ഥാനം ഞാൻ മറ്റൊരാൾക്ക് നൽകാൻ പോവുകയാണ്. അത് ഏറ്റെടുക്കുന്ന ആൾ കൃത്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നടത്തിയിട്ട് ആദർശം മുമ്പ് ചെയ്തിരുന്നത് പോലെ തന്നെ അതിനേക്കാളും മുൻപന്തിയിലുള്ള എത്തിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്ത് എനിക്ക് വിജയം കൈവരിച്ച് തന്നേ പറ്റുകയുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇത് കേട്ടപ്പോൾ ജലജയ്ക്കൊക്കെ സന്തോഷം തോന്നുന്നുണ്ട്. കാരണം ജലജ ഇനിയിപ്പോൾ എൻ്റെ മകനെ ആയിരിക്കും ഏൽപ്പിക്കാൻ പോകുന്നത്, അല്ലാതെ വേറെ ആരെ ഏൽപ്പിക്കാനാ. അനിയാണെങ്കിൽ സിനിമ അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഭ്രാന്തം കൊണ്ട് നടക്കുന്ന ആളായത് കൊണ്ട് തന്നെ അനി എന്തായാലും ഏൽപ്പിക്കാൻ സാധ്യതയില്ല. കാരണം അവനെ ഏൽപ്പിച്ച ബ്രാഞ്ച് തന്നെ അവൻ നല്ലതുപോലെ കൊണ്ട് നടക്കുന്നില്ല. അതുകൊണ്ട് ഇനി അബിയെ തന്നെ ആയിരിക്കും ഏൽപ്പിക്കാൻ പോകുന്നത് എന്നൊക്കെ ചിന്തിച്ചിട്ട് അബിയോട് ഇക്കാര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അബിയാണെങ്കിൽ ആ സമയത്ത് ജലജയോട് പറയുന്നുണ്ട്, പിന്നെ അമ്മ കൂടുതൽ സ്വപ്നമൊന്നും കാണണ്ട, എനിക്കൊന്നും തരാൻ പോകുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ, എന്താ തന്നാൽ തരാതിരിക്കൊന്നുമില്ല. കാരണം ഇപ്പോൾ കമ്പനിയുടെ അവസ്ഥയൊക്കെ അറിയാലോ. ഇനി നീ ഇവിടെ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യാൻ ഒഴിഞ്ഞിരിക്കുന്ന നീ മാത്രമേ ഉള്ളൂ. അനി എന്തായാലും അതിന് കിട്ടാനൊന്നും പോകുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് അബി പറയുന്നുണ്ട്, അത് ശരിയാണല്ലോ, ഞാൻ മാത്രമേ ഇപ്പോൾ ഫ്രീ ആയിട്ട് സഹായിക്കാനുള്ളൂ, പിന്നെ വല്യച്ഛനും അവരൊക്കെ അല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ ജലജ ചോദിക്കുന്നുണ്ട്, എന്താണ് വെച്ചാൽ എന്തായാലും അച്ഛൻ തുറന്ന് പറഞ്ഞോളൂ, ആരെയാണ് ഏൽപ്പിക്കാൻ പോകുന്നത് എന്നുള്ളത് പറഞ്ഞോളൂ, അവർ കൃത്യമായിട്ട് അത് ചെയ്തോളും, അച്ഛനെ ആദർശ് ചെയ്ത് തന്നതിനേക്കാളും വിജയം അവൻ കൈവരിച്ച് തന്നോളും എന്നൊക്കെ സന്തോഷത്തോടു കൂടി പറയുന്നുണ്ട്. ഇത് കേട്ടപ്പോൾ മുത്തശ്ശനാകെ ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. കാരണം ജലജയുടെ വായിൽ നിന്ന് ഇങ്ങനെ ഒരു വാർത്ത കേൾക്കുന്നത് അത്ഭുതം തന്നെയാണ്. അങ്ങനെ മുത്തശ്ശൻ തൻ്റെ മനസ്സിലുള്ള ആളെ ആരാണ് എന്നുള്ളത് തുറന്ന് പറയുകയാണ്. അത് മറ്റാരുമല്ല, അനിയായിരുന്നു. അങ്ങനെ അനിയെ കമ്പനിയുടെ MD സ്ഥാനം ഏൽപ്പിച്ചിട്ട് ആദർശ് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടും ഇപ്പോൾ നഷ്ടപ്പെട്ട കമ്പനി പഴയതുപോലെ തിരിച്ചു പിടിക്കാനും വേണ്ടിയിട്ടും അത് മുൻപന്തിയിൽ എത്തിക്കണം എന്നുള്ളൊരു ഉത്തരവാദിത്വം നിനക്ക് ഞാൻ ഏൽപ്പിക്കാമെന്ന് പറഞ്ഞിട്ട് അനിയാണ് ഏൽപ്പിക്കുന്നത്. ഇത് കേട്ടപ്പോൾ ജലജക്ക് അങ്ങ് ഷോക്കാവുകയും ദേഷ്യം പിടിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ജലജ ചോദിക്കുന്നുണ്ട്, എന്താ വെച്ചാൽ ഇവനെ മാത്രമാണോ ഏൽപ്പിക്കുന്നത്, അതെന്താ എൻ്റെ അബി ഒന്നിനും കൊള്ളത്തില്ലേ, ചെയ്യുന്ന ജോലി രണ്ടുപേർക്കും ഒരേപോലെ ചെയ്തുകൂടെ, അതല്ലേ അതിൻ്റെ ഒരു ന്യായം എന്നൊക്കെ പറയുന്ന സമയത്ത് മുത്തശ്ശൻ പറയുന്നുണ്ട്, ന്യായവും ന്യായക്കേടും നീ എന്നെ പഠിപ്പിക്കാൻ നിൽക്കണ്ട, നിങ്ങൾ എത്രത്തോളം ന്യായം ചെയ്യുന്നവരാണ് എന്നുള്ളത് ഞാൻ കൂടുതൽ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ, അത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിൻ്റെ മരുമകൾ ഇവിടെ നിൽക്കത്തുണ്ടാവില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നവ്യ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഞാനിവിടെ നിൽക്കത്തില്ല എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, ഇതിന് മാത്രം ഞാൻ അറിയാത്ത എന്ത് കാര്യം ഇവിടെ നടക്കുന്നത്, എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്, അതൊക്കെ ഒന്ന് പറഞ്ഞൂടെ എന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് ജലജ പേടിച്ചും കൊണ്ട് പറയുന്നുണ്ട്, എന്ത് മോളെ, എന്ത് പറയാനായിട്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല, അബിയെ അവർക്ക് പറ്റത്തില്ല, അതന്നെ ഉള്ളൂ, അല്ലാതെ വേറൊന്നും ഇതിൽ പറയാനില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നവ്യയുടെ വായടുപ്പിക്കുന്ന രീതിയിൽ പറയുന്നുണ്ട്. അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട്, ജലജ നീ കൂടുതൽ സംസാരിച്ച് എന്നോട് കാര്യങ്ങൾ മുഴുവൻ തുറന്നടിച്ച് പറയിപ്പിക്കണ്ട, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാലുള്ള അവസ്ഥയെക്കുറിച്ച് നിനക്കറിയാലോ, അതിനെക്കൊണ്ട് അത് പറയണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് മുത്തശ്ശൻ പറയുന്നുണ്ട്, ഇതെൻ്റെ തീരുമാനമാണ്, അതനുസരിച്ചേ പറ്റുകയുള്ളൂ എന്നൊക്കെ പറയുന്ന സമയത്ത് അനി പറയുന്നുണ്ട്, മുത്തശ്ശ എനിക്കത് ആദർശേട്ടൻ കൊണ്ട് നടന്നതുപോലെയൊന്നും കൊണ്ട് നടക്കാൻ പറ്റത്തില്ല, അതിനുള്ള കഴിവൊന്നും എനിക്കില്ല,
ആദർശേട്ടനെ തിരിച്ച് വിളിച്ചു കൊണ്ടുവന്നിട്ട് അത് ആദർശേട്ടനെ തന്നെ ഏൽപ്പിക്കുന്നതല്ലേ നല്ലത്. ഏട്ടൻ മാത്രമേ ഇത്രയും കൃത്യമായിട്ട് ചെയ്യാൻ കഴിയുകയുള്ളൂ എന്നൊക്കെ പറയുന്ന സമയത്ത് ഏട്ടൻ കൃത്യമായി ചെയ്തതിനെ കുറിച്ചൊന്നും നീ പറയണ്ട. അതാണല്ലോ ഏറ്റവും വലിയ നമ്മുടെ സ്വപ്നം തകർന്നത്, ഇപ്പോൾ തകർന്ന തരിപ്പണമായിരിക്കുന്നത്. അതുകൊണ്ട് ഇനി ഞാൻ പറഞ്ഞതനുസരിച്ച് മുന്നോട്ട് പോയാൽ മതി. അത് നീ അനുസരിച്ചേ പറ്റുകയുള്ളൂ. അല്ലെങ്കിൽ എൻ്റെ സ്വഭാവം നിനക്കറിയാലോ എന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശൻ അവിടെ നിന്ന് പോവുകയാണ്. അനിയാണെങ്കിൽ ആകെ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. മുത്തശ്ശൻ പറഞ്ഞത് ധിക്കരിക്കാനും വയ്യ. ആദർശേട്ടൻ്റെ സ്ഥാനത്തേക്കാണെങ്കിൽ വരുന്നതിൽ വളരെയധികം സങ്കടമുണ്ട്. എന്ത് ചെയ്യുമെന്നറിയാത്തൊരവസ്ഥയിലാണ് നിൽക്കുന്നത്. അങ്ങനെ പിന്നീട് എല്ലാവരും പോയി കഴിഞ്ഞ ശേഷം ജാനകി നമ്മുടെ അനിയുടെ അടുത്തോട്ട് ചെന്ന് പറയുന്നുണ്ട്, മോനെ നിനക്ക് ഈ ഒരു അവസരം ആദ്യമായിട്ട് വന്നതാണ്. ആദർശിൻ്റെ പകരം ആയി എന്നുള്ളൊരു വിഷമം എനിക്കുണ്ട്. പക്ഷേ എന്നാലും ഇത്രയും വലിയൊരു സ്ഥാനം നിനക്ക് തരുമ്പോൾ അത് നീ കൃത്യമായിട്ട് ചെയ്ത് കൊടുത്തേ പറ്റുകയുള്ളൂ. നീ എന്തായാലും ജോലി ആ ഒരു ഇതിൽ ജോയിൻ ചെയ്യണം. എന്നിട്ട് നിൻ്റെ കഴിവുകൾ തെളിയിച്ച് നീ ഈ ഒരു നഷ്ടപ്പെട്ട ഒരു ഇതൊക്കെ തിരിച്ച് പിടിച്ച് കൊടുക്കണം മോനെ. നിന്നെ ഈ ഒരു ഇതിലേക്ക് കാണാൻ അമ്മ വളരെയധികം കൊതിച്ചിരുന്നു എന്നൊക്കെ ഇങ്ങനെ ജാനകി പറയുന്നുണ്ട്.